നമ്മൾ ആദ്യ ചിത്രം കാണുമ്പോൾ തന്നെ കൺഫ്യൂഷനായി പോകണ്ട. ഇലക്ട്രോണിക്സ് എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണുകളെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാഖയാണ്. ഇലക്ട്രോണുകളും ആ ഇലക്ട്രോണുകൾ ഓരോ വസ്തുവിലൂടെ ഒഴുകുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ഇലക്ട്രോണിക്സ്. ഇലക്ട്രോണിക്സിൻ്റെ ഏറ്റവും ബേസായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോണിക്സിൽ എന്താണ് ഇലക്ട്രോൺ എന്നുള്ളത് ആദ്യം അറിയണമല്ലോ. അപ്പോൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള സകല വസ്തുക്കളും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റങ്ങൾ കൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത്. ഇരുമ്പായിക്കോട്ടെ, വെള്ളമായിക്കോട്ടെ, മറ്റു പ്ലാസ്റ്റിക്കോ, എന്ത് വസ്തു എടുത്തു കഴിഞ്ഞാലും അതെല്ലാം കോടിക്കണക്കിന് ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. ഈ ആറ്റത്തിൻ്റെ രൂപം എന്താണ് എന്നുള്ളത് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും പല ശാസ്ത്രജ്ഞരും അതിന് ഓരോ രൂപങ്ങളെ നിർവചിച്ചു കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു രൂപമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ രൂപം ബോർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പറഞ്ഞ ഒരു രൂപമാണ്. ഇത് നമ്മുടെ സൗരയൂഥമായിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതായത് സൗരയൂഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നടുക്ക് സൂര്യനുണ്ട്. ഇവിടെ നടുക്കൊരു ഭാഗം കണ്ടല്ലോ, ഒരു സൂര്യനുണ്ട്. ആ സൂര്യന് ചുറ്റുമായിട്ട് ഇവിടെ കുറേ വലയങ്ങളുണ്ട്. ഈ വലയങ്ങളിലായിട്ട് ഇവിടെ റൗണ്ടിൽ ഓരോ സാധനങ്ങൾ കണ്ടല്ലോ, ഇതിങ്ങനെ കടന്ന് ഈ വലയങ്ങളിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൂര്യൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ. സൂര്യന് ചുറ്റും ഒരുപാട് ഗ്രഹങ്ങൾ ഓരോ വലയങ്ങളിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വലയം എന്നുള്ളതൊരു കൺസെപ്റ്റ് മാത്രമാണ്, അവിടെ ഒരു വലയമൊന്നുമില്ല. എപ്പോഴും ഒരു നിശ്ചിത ഓർഡറിൽ മാത്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. ഇവിടെയും ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ ആ ആറ്റത്തിൻ്റെ നടുക്കുള്ള ഒരു ഭാഗമുണ്ട്. ആ ഭാഗമാണ് ഈ റൗണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ഇതിനെ ന്യൂക്ലിയസ് എന്നാണ് പറയുന്നത്. ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് ചാർജുകളുള്ള പ്രോട്ടോണുകൾ ഉണ്ടായിരിക്കും. അതുപോലെ ചാർജ് ഒന്നും ഇല്ലാത്ത ന്യൂട്രോണുകളും ഉണ്ടായിരിക്കും. പോസിറ്റീവ് ചാർജുകളുള്ള പ്രോട്ടോണും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണുകളുമാണ് ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ളത്. ഇനി ഈ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഉള്ള ഈ വലയങ്ങളിൽ കൂടി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ റൗണ്ടിൽ കൊടുത്തിട്ടുള്ളത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളാണ്. ആറ്റത്തിന് ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിൽ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളുണ്ട്, ചാർജൊന്നും ഇല്ലാത്ത ന്യൂട്രോണുകളുണ്ട്. ആ ആറ്റത്തിന് ചുറ്റുമുള്ള വലയങ്ങളിലൂടെ സ്ഥിരമായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളുണ്ട്. ഇപ്പോൾ ഇലക്ട്രോൺ എവിടെയാണെന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടാകും. ലോകത്തുള്ള സകല വസ്തുക്കൾ നിർമ്മിച്ചിട്ടുള്ളത് ആറ്റങ്ങൾ കൊണ്ടാണ്. ആ ആറ്റത്തിൻ്റെ തന്നെ നടുക്ക് ഭാഗം എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. അവിടെ പോസിറ്റീവ് ചാർജാണുള്ളത്. അതിൻ്റെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന വലയങ്ങളിലായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന നെഗറ്റീവ് ചാർജുള്ള ഒരു ഭാഗത്തെയാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോണും ആ ഇലക്ട്രോണ് പല കണ്ടക്ടറുകളിലൂടെയും മറ്റു പല കമ്പോണൻറ്റുകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാഖയാണ് ഇലക്ട്രോണിക്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്. ആ ഇലക്ട്രോണിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ ഈ ആറ്റത്തിൻ്റെ നടുക്കുള്ള ഭാഗത്ത് പ്രോട്ടോൺ എന്നാണ് പറയുന്നത്. പ്രോട്ടോണ് പോസിറ്റീവ് ചാർജാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ന്യൂട്രോൺ ഉണ്ട്, ചാർജൊന്നും ഇല്ലാത്തത്. നമ്മുടെ ഭൂമിയുടെയും അതുപോലെ തന്നെ സൗരയൂഥത്തിൻ്റെയൊക്കെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ ഇലക്ട്രോണ് എപ്പോഴും ഈ നിശ്ചിത പാത്തിലൂടെ എങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇതിനൊരിക്കലും ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ കഴിയില്ല. ഇപ്പോൾ ഭൂമി ഒരു പാത്തിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, ആ പാത്തിൽ നിന്ന് ഒരിക്കലും താളം തെറ്റുന്നില്ല. താളം തെറ്റാതിരിക്കാൻ കാരണം നമ്മൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാകും, ഭൂമിയും സൂര്യനുമായിട്ടൊക്കെ ഒരു ആകർഷണ ബലമുണ്ട്. ഇല്ലെങ്കിൽ ഭൂമിക്ക് മുകളിലായിട്ട് ചന്ദ്രൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചന്ദ്രൻ അവിടെ കറങ്ങിക്കൊണ്ടിരിക്കാൻ കാരണം ചന്ദ്രനും ഭൂമിയുമായുള്ള ഒരു ആകർഷണ ബലമാണ്. അതുപോലെ ഇവിടെ ഇലക്ട്രോണും ഇതിൻ്റെ ഉള്ളിലുള്ള പ്രോട്ടോണും തമ്മിലൊരു ആകർഷണ ബലമുണ്ട്. ആ ആകർഷണ ബലം ഉള്ളതിൻ്റെ ഫലമായിട്ടാണ് അവ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഇലക്ട്രോണിന് ഇവിടുന്ന് തെറിച്ച് പുറത്തോട്ട് പോകാൻ പറ്റാത്തത്. ഇവ തമ്മിലുള്ള ആകർഷണ ബലം എന്ന് പറഞ്ഞാൽ ദ യൂണിവേഴ്സൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫിസിക്സിലൊരു ലോ ഉണ്ട്. അതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ലോകത്തിലുള്ള ഏത് വസ്തുക്കളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാലും സെയിം ചാർജുകൾ വികർഷിക്കപ്പെടുകയും ഓപ്പോസിറ്റ് ചാർജുകൾ തമ്മിൽ ആകർഷിക്കപ്പെടുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മനുഷ്യന്മാരുടെ കാര്യം തന്നെ നോക്കിയാൽ മതി. ഒരു ആണിന് ഒരു പെണ്ണിനോടാണ് ആകർഷണം തോന്നുക. രണ്ടും ഓപ്പോസിറ്റ് സെക്സുകളാണ്. എന്നാൽ ഒരു ആണിനോട് മറ്റൊരു വികാരപരമായ ഒരു
അട്രാക്ഷൻ ഒരിക്കലും തോന്നില്ല. അതങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ പ്രകൃതി വിരുദ്ധം എന്നൊക്കെ പറയുന്നത്. അതൊരു യൂണിവേഴ്സൽ ലോ ആണ്. മനുഷ്യൻ്റെ കാര്യത്തിൽ തന്നെ, മൃഗങ്ങളുടെ കാര്യത്തിലാണെങ്കിലും എന്തിൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാലും. ഫോർ എക്സാമ്പിൾ ഒരു മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ, ഒരു കാന്തം എടുത്തിട്ട് 2 കാന്തത്തിനെ നമ്മൾ അടുത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒട്ടിപ്പിടിക്കും. നമ്മൾ ആ കാന്തത്തിനെ തിരിച്ചു വെച്ച്, ഒരു കാന്തത്തിനെ തിരിച്ചു വെച്ചിട്ട് അടുത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് വികർഷിച്ച് പോകുന്നത് കാണാം. കാരണം കാന്തത്തിന് 2 പോളുകളുണ്ട്, നോർത്ത് സൗത്ത്. ഈ നോർത്ത് പോളും സൗത്ത് പോളും അടുത്ത് വരുമ്പോഴാണ് അവ ആകർഷിക്കുന്നത്. തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് 2 ഭാഗത്തും സൗത്ത് പോൾ ആവുകയോ അല്ലെങ്കിൽ 2 മാഗ്നറ്റിൻ്റെയും നോർത്ത് പോളുകൾ എടുത്ത് വരികയോ ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവ വികർഷിച്ച് പോയിക്കൊണ്ടേയിരിക്കും. അതാണ് യൂണിവേഴ്സൽ ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത്. ഇപ്പോൾ ഇവിടെ പ്രോട്ടോൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജും ഇലക്ട്രോൺ എന്നത് നെഗറ്റീവ് ചാർജുമാണ്. സ്വാഭാവികമായിട്ടും ഇവർ തമ്മിൽ ചെറിയൊരു അട്രാക്ഷൻ ഉണ്ടാവാം. അവ തമ്മിൽ ആകർഷിക്കുക ചെയ്യുക, വികർഷിക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അവർ തമ്മിൽ അട്രാക്ഷൻ ഉണ്ട്. ആ അട്രാക്ഷൻ്റെ ഫലമായിട്ടാണ് ഇതിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പുറത്തേക്ക് പോകാൻ സാധിക്കാത്തത് ആ ഒരു അട്രാക്ഷൻ്റെ ഫലമായിട്ടാണ്. ഇനി ഈ ഒരു ആറ്റത്തിൽ ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവിടെയുള്ള പ്രോട്ടോണുകളുടെയും ഇതിൽ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണുകളുടെയും എണ്ണം ഈക്വലായിരിക്കും. ഒരു ആറ്റം എടുത്തിട്ട് ആ ആറ്റത്തിൻ്റെ ഉള്ളിൽ 5 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ അതിന് ചുറ്റും 5 ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. അവയുടെ രണ്ടിൻ്റെയും വാല്യൂ ഈക്വൽ ആയിരിക്കും. അപ്പോൾ വാല്യൂ ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഈ ആറ്റത്തിനെ കംപ്ലീറ്റ് ആയി നോക്കുമ്പോൾ ഈ ആറ്റത്തിന് പ്രത്യേകിച്ച് ചാർജുകളൊന്നും ഇല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവിടെ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഒരുപോലെയാണ്. ഏതെങ്കിലും ഒന്ന് കൂടുതലുണ്ടെങ്കിലാണ് നമുക്കവിടെ നെഗറ്റീവ് ചാർജ് കൂടുതലുണ്ട് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് കൂടുതലുണ്ട് എന്നുള്ളത് പറയാൻ പറ്റുക. അതായത് ഇവിടെ ചാർജ് എന്നുള്ളത് എപ്പോഴും ഉദ്ദേശിക്കുന്നത് ഡിഫറൻസ് ആണ്, രണ്ടിലുള്ള ഡിഫറൻസ്. 5 പോസിറ്റീവ് ചാർജും 5 നെഗറ്റീവ് ചാർജും ഉണ്ടെങ്കിൽ ഇവ തമ്മിലുള്ള ഡിഫറൻസ് 0 ആണ്. ഇവിടെ ചാർജ് ഒന്നുമില്ല. എന്നാൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഇവിടുന്ന് ഒരു ഇലക്ട്രോണിനെ പറഞ്ഞയച്ചു എന്ന് കരുതുക. ഒരു ഇലക്ട്രോണിനെ ഇവിടുന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവിടെ 4 നെഗറ്റീവ് ചാർജും 5 പോസിറ്റീവ് ചാർജും ആകും. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ചാർജാണ്. അതായത് ആറ്റത്തിന് ഒരു ചെറിയൊരു പോസിറ്റീവ് ചാർജ് കിട്ടിയതിന് തുല്യമായി. അതിന് നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. ഒരു വടം വലി മത്സരം നടക്കുകയാണെന്ന് കരുതിക്കോളൂ. എല്ലാവരും ഒരേ വെയിറ്റുള്ള, ഒരേ കപ്പാസിറ്റിയുള്ള ആളുകൾ. 2 ടീമിലും 5 പേരുണ്ട്. ഒരു ടീമിൽ 5 പേര്, അടുത്ത ടീമിൽ 5 പേര്. ഈ 5 പേര് തമ്മിൽ നന്നായിട്ട് മത്സരിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ഭാഗത്തുള്ള ആളുകൾക്കും ഒരേ പവർ ആയതിനാൽ തന്നെ ഇവിടെ ആരും വിജയിക്കില്ല. എപ്പോഴും ആ വടം കറക്റ്റ് നടുക്ക് മാത്രം നിന്നുകൊണ്ടിരിക്കും. എന്നാൽ ഏതെങ്കിലും ഒരു ടീമിൽ നിന്ന് ഒരാൾ പുറത്ത് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ പുറത്ത് പോയ ടീം തോൽക്കുകയും അടുത്ത ടീം ജയിക്കുകയും ചെയ്യും. കാരണം ഇവിടെ ഒരാളുടെ ബലം കുറഞ്ഞു. ഒരാളുടെ ബലം കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അപ്പുറത്തെ ടീമിന് ഒരാളുടെ ബലം കൂടിയതിന് തുല്യമാണ്. അപ്പുറത്തെ ടീം ജയിക്കും. ഇവിടെ അതുപോലെ തന്നെ സംഭവിക്കുന്നത്. ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് പോയി കഴിഞ്ഞാൽ ഇവിടെ ആ ടോട്ടൽ ആറ്റത്തിന് ഒരു പോസിറ്റീവ് ചാർജ് കിട്ടിയതുപോലെയായി. അപ്പോൾ അതിനൊരു ചാർജ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഇലക്ട്രോൺ പോകുന്ന സമയത്ത് ആറ്റത്തിന് കിട്ടുന്ന ആ ഒരു ചാർജ്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കറണ്ട് ഉണ്ടാവുന്നത്. അതായത് കറണ്ടിൻ്റെ ഡെഫിനിഷൻ നമുക്ക് വളരെ ലളിതമായിട്ട് പറയാൻ പറ്റും. ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഈസ് കാൾഡ് കറണ്ട്. ഒരു ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണുകൾ എവിടേക്കെങ്കിലും മൂവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ പോകുന്ന സമയത്ത് ആറ്റത്തിനുണ്ടാവുന്ന ആ ഒരു ഊർജം, ആ ഒരു ബലം, അതാണ് ഇവിടെ കറണ്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ആറ്റത്തിന് നോർമലി ചാർജ് ഒന്നുമില്ല, 0 ആണ് അതിൻ്റെ ചാർജ്. എന്നാൽ ഈ ആറ്റത്തിൽ നിന്നുള്ള ഒരു ഇലക്ട്രോൺ ഇവിടുന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു പോസിറ്റീവ് ചാർജ് കിട്ടിയതിന് തുല്യമായി. മൊത്തം ഈ ആറ്റത്തിന് ഒരു പോസിറ്റീവ് ചാർജ് കിട്ടി. അങ്ങനെ കിട്ടുന്ന ആ ചാർജുകളെ തന്നെയാണ് കറണ്ട് എന്നുള്ളത് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ കുറച്ചും പാടെ ഡീപ്പായിട്ട് ഇനി വേറെ കാര്യങ്ങൾ പറഞ്ഞു പോകാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ചാർജുകൾ തന്നെ 2 ടൈപ്പ് ചാർജുകളുണ്ട്. ഒന്ന് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നതാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയും, മറ്റൊന്ന് കറണ്ട് ഇലക്ട്രിസിറ്റിയും. കറണ്ട് ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യുതി എന്ന് പറയുന്നതെല്ലാം.
സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നുള്ളത് നമുക്ക് പരിചിതമായ ഒരു കാര്യം തന്നെയാണ്. പലപ്പോഴും നമ്മളൊക്കെ ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഒരു പേന എടുത്തിട്ട് തലയിൽ നന്നായിട്ട് ഒരതുകയും അതിനുശേഷം ആ പേന കൊണ്ടുപോയി ഒരു പേപ്പറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ പേപ്പർ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. അത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയാണ്. അതായത് ഈ പേന എടുത്തിട്ട് നമ്മൾ തലയിൽ നന്നായിട്ട് റബ്ബ് ചെയ്യുന്ന സമയത്ത്, വരുതുന്ന സമയത്ത് ഈ പേനയിലുള്ള പ്ലാസ്റ്റിക്കിലുള്ള ആറ്റങ്ങളിലെ ഇലക്ട്രോണുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ്മെൻറ്റ് സംഭവിക്കുകയും അതിലുള്ള ആ പേനയ്ക്ക് ഒരു ചാർജ് കിട്ടുന്ന അവസ്ഥ വരും. അതൊന്നെങ്കിൽ പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. ഇനി അത് നേരെ പേപ്പറിൻ്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ സംഭവിക്കുന്നത് പേപ്പറിന് നേരെ ഓപ്പോസിറ്റ് ചാർജാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ പേപ്പർ നേരിട്ട് അതിലേക്ക് ആകർഷിക്കും. പക്ഷേ അത് വളരെ ചുരുങ്ങിയ സമയത്തേക്ക് മാത്രമാണ് ആ ചാർജ് ഉണ്ടാവുക, പെട്ടെന്ന് അതില്ലാതായി പോകും. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഇതുവരെ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന രണ്ട് വസ്തുക്കൾ തമ്മിൽ ടച്ചായി കിടക്കുന്ന രണ്ട് വസ്തുക്കൾ ഉണ്ടായിരുന്നു. ആ രണ്ട് വസ്തുക്കൾ ആ കോണ്ടാക്റ്റ് ഇല്ലാതാവുന്ന സാഹചര്യത്തിലോ അല്ലെങ്കിൽ ഇതുവരെ കോണ്ടാക്റ്റിൽ ഇല്ലാത്ത രണ്ട് വസ്തുക്കൾ തമ്മിൽ പെട്ടെന്ന് കോണ്ടാക്റ്റിലേക്ക് വരുന്ന ആ ഒരു ഇൻസ്റ്റൻറ്റിലോ ഉണ്ടാവുന്ന ഒരു ചേഞ്ചസിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നത് ഒരു താൽക്കാലിക വൈദ്യുതിയാണ്. അത് പല സ്ഥലങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ നടക്കുന്ന സമയത്ത് പോലും നമ്മുടെ കാലുകളിൽ നിന്നൊക്കെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിനൊരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു ഉപകരണം പ്രവർത്തിപ്പിക്കാനോ മറ്റോ യൂസ്ഫുൾ ആവില്ല എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഒരു പോരായ്മ. എന്നാൽ ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അപകടകരകാരി കൂടിയാണ്. അതായത് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിൽ IC-കളൊക്കെ നമുക്ക് സാധാരണ അറിയുന്ന കാര്യമാണ്. നമ്മളൊരു മൊബൈൽ ഫോൺ ഒരു പ്രാവശ്യം സർവീസ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ ഫോണിന് വേറെ കംപ്ലൈൻറ്റുകൾ അങ്ങനെ റിപ്പീറ്റേഷൻ വന്നുകൊണ്ടേയിരിക്കും. അതിന് കാരണം സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയാണ്. അത് പ്രത്യേകിച്ച് സംഭവിക്കുന്നത് മൊബൈൽ ഫോൺ പോലത്തെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഉപകരണങ്ങളിലാണ്. അതായത് നമ്മൾ മൊബൈൽ ഫോൺ ടെക്നീഷ്യന്മാർ അഴിച്ച് സർവീസ് ചെയ്യുന്ന സമയത്ത് ബോർഡിലുള്ള IC-യിലോ മറ്റോ നമ്മളെ കൈ എന്തായാലും സ്പർശിക്കും. തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തു നിന്നുള്ള ചെറിയ ഇലക്ട്രോ സ്റ്റാറ്റിക് ഡിസ്ചാർജ് എന്നറിയപ്പെടുന്ന കറണ്ട്, ഇതേ സ്റ്റാറ്റിക് കറണ്ട് തന്നെയാണ് ESD എന്നുള്ള പേരിൽ അറിയപ്പെടും. ആ ESD അതിലേക്ക് ഏൽക്കുകയും തൽഫലമായി IC-യുടെ പല ഭാഗങ്ങൾ കംപ്ലൈൻ്റ് ആയി പോവുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിൽ ESD ഏറ്റിട്ടാണ് പിന്നീട് നമുക്ക് ആ ഉപകരണങ്ങൾ വീണ്ടും കംപ്ലൈൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ESD പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ESD പ്രൊട്ടക്റ്റീവ് കോട്ട് ഉണ്ട്, ESD പ്രൊട്ടക്റ്റീവ് ഗ്ലൗസ് ഉണ്ട്, മാസ്ക് ഉണ്ട്. അത് നമ്മൾ ശ്വാസം വിടുന്ന സമയത്ത് പോലുള്ള ESD കാരണമായിട്ട് ഒരു ഉപകരണം ഡാമേജ് ആവണ്ട എന്നുള്ള നിലക്ക് അവിടെ ഒരു മാസ്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ബ്രസ്റ്റ് ബാൻഡുകളുണ്ട്, കയ്യിൽ കണക്ട് ചെയ്ത് ഗ്രൗണ്ട് ചെയ്യാനുള്ളത്. അത്തരത്തിലെല്ലാം ഉപയോഗിച്ച് ESD-യിൽ നിന്ന് പൂർണ്ണമായിട്ട് പ്രൊട്ടക്ഷൻ നേടാനുള്ള സംവിധാനങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്. എന്തായാലും ഈ ESD എന്ന് പറയുന്നതെല്ലാം ഒരു താൽക്കാലിക വൈദ്യുതി മാത്രമാണ്. എന്നാൽ ഒരു ആറ്റത്തിൽ നിന്നുള്ള ഇലക്ട്രോണുകളെ തുടർച്ചയായി പുറത്തേക്ക് പറഞ്ഞയച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തെ നമ്മൾ രൂപീകരിച്ച് കഴിഞ്ഞാൽ അങ്ങനെ തുടർച്ചയായിട്ട് ആ ഇലക്ട്രോൺ ഒഴുകുന്നതിൻ്റെ ഫലമായി നമുക്ക് തുടർച്ചയായ വൈദ്യുതി ലഭിച്ചുകൊണ്ടേയിരിക്കും. അതിനെയാണ് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. തുടർച്ചയായി ഇലക്ട്രോണുകളെ മൂവ് ചെയ്യിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇലക്ട്രോൺ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ആ ഇലക്ട്രോൺ ഇവിടുന്ന് പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്നില്ല. അതായത് ഇതുപോലെ മറ്റൊരു ആറ്റം ഇപ്പുറത്തുണ്ടാകും. ഈ ഇലക്ട്രോൺ ഈ ആറ്റത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ആറ്റത്തിലുള്ള ഇലക്ട്രോൺ തൊട്ടപ്പുറത്തെ ആറ്റത്തിലേക്ക് പോയിട്ടുണ്ടാകും. അതങ്ങനെ കണ്ടിന്യൂസ് ആയി പോയി അവസാനത്തിലുള്ള ആറ്റത്തിൽ നിന്നുള്ള ഇലക്ട്രോൺ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. ഓക്കെ, ഇതൊരു സൈക്ലിക് പ്രോസസ്സായിട്ട് ഇതിങ്ങനെ ഒന്നിൻ്റെ അടുത്തേക്ക് ചാടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഉണ്ടാകുന്നത്. അല്ലാതെ ഒരു ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പൂർണ്ണമായും ഇല്ലാത്ത സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അതോടുകൂടി ആ ആറ്റത്തിൻ്റെ സ്ട്രക്ചറിലെ മാറ്റം വന്നു, അതിൻ്റെ സ്വഭാവത്തിൽ തന്നെ മാറ്റം വരും. അതുകൊണ്ട് അതൊരിക്കലും സാധ്യമല്ല. ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ അപ്പോഴേക്കും മറ്റൊരു ഇലക്ട്രോൺ വരും. അതങ്ങനെ കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കും, വരിക്കങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ സ്ഥിരമായിട്ട് ഇലക്ട്രോണുകളെ ഒഴുക്കാൻ സാധിച്ചാൽ അങ്ങനെ ഉണ്ടാവുന്ന വൈദ്യുതിയെയാണ് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ട് ഇലക്ട്രിസിറ്റിയാണ്. എല്ലാ വൈദ്യുതികളും കറണ്ട് ഇലക്ട്രിസിറ്റിയാണ്. അപ്പോൾ ഈ കറണ്ട് ഇലക്ട്രിസിറ്റി എന്നുള്ളത് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് ഒരു ആറ്റങ്ങളും ആ ആറ്റത്തിലുള്ള ഇലക്ട്രോണുകളുമാണ്. അത് എല്ലാ വസ്തുക്കളിലുണ്ടെന്ന് നമുക്കറിയാം. ഇരുമ്പിലുണ്ട്, പ്ലാസ്റ്റിക്കിലുണ്ട്, എല്ലാത്തിലുമുണ്ട്. എന്നാൽ ഒരു ഇരുമ്പിൻ്റെ പീസ് മാത്രം നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അതിലൂടെ വൈദ്യുതി ഒഴുകുന്നില്ല. വൈദ്യുതി ഒഴുകണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ നേരെ പ്ലഗിലേക്കോ അല്ലെങ്കിൽ ഒരു ബാറ്ററിയിലേക്കോ ഒക്കെ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് അതിലൂടെ വൈദ്യുതി ഒഴുകുന്നത്. അപ്പോൾ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ഒഴുക്കാണെന്ന് പറഞ്ഞു. ആ ഇലക്ട്രോൺ ഒഴുകണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മളൊരു ഫോഴ്സ്, ഒരു ബലം നൽകണം. ഒരു ബലം നൽകുമ്പോഴാണ് കറണ്ട് ഒഴുകുന്നത്.
ആ ബലത്തെ EMF എന്നാണ് പറയുന്നത്, ഇലക്ട്രോൺ മോട്ടീവ് ഫോഴ്സ്. ഇലക്ട്രോൺസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നൽകുന്ന ഒരു ബലമാണ് EMF എന്ന് പറയുന്നത്. EMF നൽകി കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് അതിലൂടെ അങ്ങനെ ഒഴുകാൻ തുടങ്ങും. ഈ EMFൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ടാണ്. വോൾട്ട് അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്ന സംഭവമാണ്. അപ്പം നമ്മളെ വീടുകളിലേക്കൊക്കെ വരുന്ന സപ്ലൈ എന്ന് പറയുന്നത് വോൾട്ടേജ് ആണ്. നമുക്കറിയാം 230 വോൾട്ടാണ് ഇന്ത്യയിലുള്ള പവർ വരുന്നത്, 230 വോൾട്ട്. നമ്മളിവിടെ വരുന്നത് EMF മാത്രമാണ്. ആ EMFനെ ഒരു വസ്തുവിലേക്ക്, ആറ്റങ്ങളുള്ള ഒരു വസ്തുവിലേക്ക് നൽകുമ്പോൾ ആ ആറ്റത്തിൽ നിന്നുള്ള ഇലക്ട്രോണുകൾ ഒഴുകുകയും ആ ഒഴുകുന്നതിൻ്റെ ഫലമായി കറണ്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇനി എല്ലാ വസ്തുവിലേക്കും നമ്മൾ EMF കൊടുത്തിട്ട് കാര്യമില്ല. എല്ലാ വസ്തുവിലേക്കും EMF കൊടുത്തു കഴിഞ്ഞാലും ആ വസ്തുക്കളിൽ നിന്നൊന്നും വൈദ്യുതി കടന്നു പോകില്ല. ചില വസ്തുക്കളിലേക്ക് മാത്രമാണ് EMF കൊടുത്തിട്ട് കാര്യമുള്ളൂ. ഒരു പ്ലാസ്റ്റിക്കിനെ കൊണ്ടുപോയിട്ട് നമ്മൾ പ്ലഗ് ചെയ്തിട്ട് കാര്യമില്ല, അതിലൂടെ വൈദ്യുതി കടന്നു പോകില്ല. വൈദ്യുതി കടന്നു പോകുന്ന ടൈപ്പ് വസ്തുക്കളെയെല്ലാം കണ്ടക്ടർ എന്നാണ് പറയുന്നത്. കണ്ടക്ടേഴ്സ്, വൈദ്യുതി കടത്തിവിടുന്നത്. കണ്ടക്ടേഴ്സ് എന്ന് പറയാൻ കാരണം അത്തരം വസ്തുക്കളിലുള്ള ആറ്റങ്ങളുടെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അവയുടെ ഏറ്റവും പുറത്ത് ഇങ്ങനെ ഒരുപാട് ഷെല്ലുകൾ ഉണ്ടാവും. ഈ ഷെല്ല് എന്നാണ് ഇതിനെ പറയപ്പെടുക. ഈ ഷെല്ലിലൂടെയാണ് ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, കുറേ ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇവയിൽ നിന്ന് അവസാനത്തെ ഷെല്ല്, ഈ ലാസ്റ്റിലുള്ള ഷെല്ല്, ആ ഷെല്ലിൽ എപ്പോഴും 8 ഇലക്ട്രോൺ തികക്കാൻ വേണ്ടിയിട്ടാണ് ഇവ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കെമിസ്ട്രിയുടെ ഭാഗമാണ്. 8 ഇലക്ട്രോൺ തികക്കണം. 8 ഇലക്ട്രോൺ തികഞ്ഞു കഴിഞ്ഞാൽ ആ ആറ്റം സ്റ്റേബിളായി, സ്റ്റെബിലിറ്റി കിട്ടി എന്നൊക്കെ പറയാം. അപ്പോൾ 8 ഇലക്ട്രോൺ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ആറ്റങ്ങളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ച ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അവസാനത്തെ ഷെല്ലിൽ 3 ഇലക്ട്രോണിനെ ഞാൻ വരച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ 3 ഇലക്ട്രോൺ ആയതുകൊണ്ട് തന്നെ ഇതിന് 8 എണ്ണം തികയണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ 5 ഇലക്ട്രോൺ ഇങ്ങോട്ട് വരണം. 5 ഇലക്ട്രോൺ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആൾറെഡി ഇതിൻ്റെ ഉള്ളിൽ പ്രോട്ടോൺ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്, പുറത്ത് 3 എണ്ണം ആണെന്നുണ്ടെങ്കിൽ 5 ഇലക്ട്രോണാണ് നോർമലി ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ 5 പ്രോട്ടോണുകളും ഇതിലുണ്ടാകും. ഇനി ഇതിലേക്ക് 5 ഇലക്ട്രോൺ കൂടി വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം 10ഉം പ്രോട്ടോണിൻ്റെ എണ്ണം 5ഉം ആയിരിക്കും. അതായത് ഇവിടെ 5 നെഗറ്റീവ് ചാർജ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. അതേസമയം ഈ ഒരു ആറ്റത്തിൽ നിന്ന് അവസാനത്തിലുള്ള ഈ 3 ഇലക്ട്രോണിനെ ഇവിടുന്ന് റിമൂവ് ചെയ്തു, ഇവിടുന്ന് ഒഴിവാക്കി, മറ്റൊരു ആറ്റത്തിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ഈ അവസാനത്തെ ഷെല്ലിൽ ഇലക്ട്രോണുകളൊന്നും ഇല്ലാതാവുകയും അതിൻ്റെ മുമ്പുള്ള ആറ്റത്തിൽ കംപ്ലീറ്റ് ഇലക്ട്രോണുള്ള അവസ്ഥയായിരിക്കും. ശരിക്കും ഇത് 2, 8 എന്നോട്ട് അങ്ങനെ ഒരു സ്റ്റേജ് ആയിട്ടാണ് വരുന്നത്. ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണാണ് മാക്സിമം ഉൾക്കൊള്ളിക്കാൻ പറ്റുക, അതിൻ്റെ മുകളിലുള്ളത് അതിനേക്കാൾ കൂടുതൽ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ അവസാനത്തെ ഷെല്ല് ഇല്ലാതായി കഴിഞ്ഞാൽ അതിൻ്റെ മുൻപത്തെ ഷെല്ലിൽ കംപ്ലീറ്റ് ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഷെല്ല് നിറയാൻ ആവശ്യമായ ഇലക്ട്രോൺസ് എല്ലാം ഉള്ളത് കൊണ്ടാണല്ലോ അടുത്ത ഷെല്ല് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇപ്പുറത്തെ അവസാനത്തെ ഷെല്ല് ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഈ ഷെല്ലായി അവസാനത്തെ ഷെല്ല്. ആ ഷെല്ല് അവസാനത്തേതായി കഴിഞ്ഞാലും ഈ ആറ്റം സ്റ്റേബിളായി എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ ഒരു ആറ്റത്തെ സംബന്ധിച്ചിടത്തോളം 5 ഇലക്ട്രോണിനെ ഇങ്ങോട്ട് സ്വീകരിക്കുന്നതിനേക്കാൾ എളുപ്പം 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നതാണ്. 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാലും അതിന് സ്റ്റേബിൾ ആവാം. അല്ലെങ്കിൽ സ്റ്റേബിൾ ആവാൻ വേണ്ടി 5 എണ്ണത്തിന് സ്വീകരിക്കണം. സ്വാഭാവികമായിട്ടും കൂടുതൽ സ്വീകരിക്കുന്നതിനേക്കാൾ എളുപ്പം ഈ കുറവുള്ളതിനായിട്ട് വിട്ടുകൊടുക്കുകയാണല്ലോ. അപ്പോൾ ഈ കുറവുള്ളതിനെ വിട്ടുകൊടുക്കുന്നതോട് കൂടിയിട്ട് ഈ ആറ്റത്തിൽ പോസിറ്റീവ് ചാർജിൻ്റെ അളവ് കൂടും. നേരത്തെ പറഞ്ഞ പോലെ 5 ഇലക്ട്രോണും 5 പ്രോട്ടോണാണുള്ളത്. അതിൽ നിന്ന് 3 ഇലക്ട്രോൺ പോയി, പിന്നീടുള്ളത് 5 പ്രോട്ടോണും 2 ഇലക്ട്രോണുമാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ 3 പോസിറ്റീവ് ചാർജുകളുള്ള അവസ്ഥയിലേക്ക് മാറി. ഇതിനൊരു പോസിറ്റീവ് ചാർജ് കണ്ടീഷനിലേക്ക് ഈ ആറ്റം മാറി. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന ആറ്റങ്ങൾ ഉള്ള വസ്തുക്കളെയാണ് കണ്ടക്ടർ എന്ന് പറയുന്നത്. ഇരുമ്പ്, ഗോൾഡ്, അലുമിനിയം, സ്റ്റീല്, ഇതുപോലെയുള്ള മെറ്റലുകളെല്ലാം കണ്ടക്ടറുകളാണ്. അതിലെല്ലാം വൈദ്യുതി കടത്തി വിട്ടുകൊണ്ടേയിരിക്കും. എന്നാൽ ചില ആറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അവസാന ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം ഒരു 5 എണ്ണോ 6 എണ്ണോ ഒക്കെ ഉണ്ടെന്ന് കരുതുക. ഇപ്പോൾ 5 ഇലക്ട്രോൺ അല്ലെങ്കിൽ 6 ഇലക്ട്രോൺ അവസാനത്തിലുണ്ട്. 6 ഇലക്ട്രോൺ അവസാനത്തിലാണെന്നുണ്ടെങ്കിൽ ഇവയെ സംബന്ധിച്ചിടത്തോളം ഇതിലേക്ക് 2 ഇലക്ട്രോണുകൾ ഇങ്ങോട്ട് വന്നാൽ അതിന് 8 ഇലക്ട്രോൺ അതിൻ്റെ അവസാനത്തിൽ തികഞ്ഞു. എന്നാൽ ഇതിന് ഇരുന്ന് ഇലക്ട്രോണിനെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ 6 എണ്ണത്തിനെ ഒഴിവാക്കണം. സ്വാഭാവികമായിട്ടും 6 എണ്ണത്തിനെ ഒഴിവാക്കുന്നതിനേക്കാൾ എളുപ്പം 2 എണ്ണത്തിനെ സ്വീകരിക്കുന്നതാണല്ലോ. അങ്ങനെ 2 എണ്ണത്തിനെ സ്വീകരിച്ച് ഇവ സ്റ്റേബിൾ ആകും. ഇത്തരത്തിലുള്ള സ്വീകരിക്കാൻ കൂടുതൽ ടെൻഡൻസി കാണിക്കുന്ന ആറ്റങ്ങളുള്ള വസ്തുക്കളെയാണ് ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. വൈദ്യുതി കടത്തി വിടാത്ത വസ്തുക്കൾ.
ഇപ്പോൾ പ്ലാസ്റ്റിക്, അതുപോലെ തന്നെ ഉണങ്ങിയ മരം, റബ്ബർ, ഗ്ലാസ്, ഈ ഐറ്റംസുകളെല്ലാം ഇൻസുലേറ്ററാണല്ലോ, വൈദ്യുതി കടത്തി വിടാത്തതാണ്. അതിന് കാരണം അവയുടെ അറ്റോമിക് സ്ട്രക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ അവസാനത്തെ ഇലക്ട്രോണുകളുടെ എണ്ണം വളരെയധികം കൂടുതലായിരിക്കും. 1-2 ഇലക്ട്രോൺ സ്വീകരിച്ചാൽ തന്നെ അതിന് സ്റ്റേബിൾ കണ്ടീഷനിലേക്ക് മാറാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ അവ ഇലക്ട്രോണിനെ സ്വീകരിക്കാനാണ് ശ്രമിക്കുക. അപ്പോൾ അത് ഇൻസുലേറ്ററായിട്ട് മാറും. ഓക്കെ, ഇപ്പോൾ 2 ടൈപ്പ് കാറ്റഗറി നമ്മൾ പഠിച്ചു. കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആളുകൾ കണ്ടക്ടർ എന്നും, ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന ആളുകൾ ഇൻസുലേറ്റർ എന്നാണ് പറയുന്നത്. ഇനി മറ്റൊരു അവസ്ഥ എന്ന് പറയുന്നത് അവസാനത്തെ ഷെല്ലിൽ 4 ഇലക്ട്രോണുള്ള കണ്ടീഷനാണ്. ഇവിടെ 8 തികയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ 4 സ്വീകരിക്കണം, അല്ലെങ്കിൽ 4 വിട്ടുകൊടുക്കണം. രണ്ടിൻ്റെയും പ്രയോറിറ്റി ഒരുപോലെ. ഒന്നുകിൽ 4 സ്വീകരിക്കാം, അല്ലെങ്കിൽ 4 ഇവിടുന്ന് വിട്ടുകൊടുക്കാം. 4 വിട്ടുകൊടുക്കണമെങ്കിലും 4 സ്വീകരിക്കണമെങ്കിലും ഒരേ ബലം തന്നെയാണ് ആവശ്യമുള്ളത് എന്നതിനാൽ ഇവ സെമി കണ്ടക്ടർ എന്നുള്ള രൂപത്തിലാണ് നിൽക്കുക. ഇത് ഭാഗികമായി കണ്ടക്ടറോ ഇൻസുലേറ്ററോ ആവാം. അത് ഫുള്ളായിട്ടൊരു ഇൻസുലേറ്റർ അല്ല, എന്നാൽ ഫുള്ളായിട്ടൊരു കണ്ടക്ടറും അല്ല, അതിൻ്റെ അടിയിൽ നിൽക്കുന്ന ഒരവസ്ഥ. ഈ അവസ്ഥയെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് മറ്റ് പല കമ്പോണൻറ്റുകൾ, ട്രാൻസിസ്റ്ററും ഡയോഡും എല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. അതേക്കുറിച്ച് നമുക്ക് പിന്നീട് വിശദമായിട്ട് എന്തായാലും പഠിക്കാം. ഇപ്പോൾ എനിക്ക് കണ്ടക്ടർ എന്താ, ഇൻസുലേറ്റർ എന്താ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി ഈ കണ്ടക്ടറിലൂടെ ഒരു ഇരുമ്പിൻ്റെ ഒരു കഷ്ണം, ആ ഒരു കഷ്ണം എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ EMF നൽകി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഉള്ളിലൂടെ കറണ്ട് ഒഴുകുമെന്ന് നമ്മൾ പറഞ്ഞു. കറണ്ട് ഒഴുകാനുള്ള കാരണം അവിടെ ഇലക്ട്രോൺസ് ഒഴുകുന്നത് കൊണ്ടാണ്. ഇലക്ട്രോൺസ് ഒഴുകുമ്പോൾ ഉണ്ടാവുന്നത് ചാർജുകളാണ്. ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൊളോംബ് എന്നാണ്. കൊളോംബ് എന്ന് പറയുന്ന ചാർജുകളാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ കറണ്ട് എന്ന് പറയുന്നത് I എന്നുള്ള ലെറ്ററാണ് കറണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. കറണ്ട് എന്ന് പറയുന്നത് കൊളോം പെർ സെക്കൻഡ് ആണ്. ഒരു സെക്കൻഡിൽ എത്ര ചാർജ് ഒഴുകിയോ ആ അളവിനെയാണ് ഇവിടെ കറണ്ട് എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ കൊളോംബിൻ്റെ ചാർജ് പറയുന്നത് ശരിക്കും 6.8 × 10⁻18 ഇലക്ട്രോൺ ചാർജ് പെർ സെക്കൻഡ് എന്നൊക്കെയാണ്. അതിലേക്കൊന്നും നമ്മൾ കൂടുതൽ വൈഡായിട്ട് പോകണ്ട. എന്തായാലും ഇത്തിരി മനസ്സിലാക്കുക. ഒരു സെക്കൻഡിൽ ഇത്ര ചാർജ് ഒഴുകിയോ അതിൻ്റെ അളവിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. ചാർജൊന്നും നമ്മൾ വേറെ മെഷർ ചെയ്യാനൊന്നും നമുക്ക് ആവശ്യം വരുന്നില്ല. എന്തായാലും കറണ്ട് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ഇലക്ട്രോൺ ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാണ് കറണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ കറണ്ടിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ ആണ്. ആംബിയർ ക്യാപിറ്റൽ ലെറ്റർ A എന്നുള്ളത് കൊണ്ടാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കറണ്ട് എന്നുള്ളതിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് I എന്ന് ഉപയോഗിച്ചത്. ഇലക്ട്രോണിക്സിൽ പലതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഇംഗ്ലീഷിലെ പല ആൽഫബറ്റ്സും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഡൗട്ട് വരാം, കറണ്ടിന് എന്താ ആദ്യത്തെ അക്ഷരം C അല്ലേ, അപ്പോൾ C കൊടുത്താൽ പോരെ എന്നുള്ളത്. പക്ഷേ C എന്നുള്ളത് കപ്പാസിറ്ററിന് വേണ്ടിയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ ഓരോന്ന് മാനദണ്ഡപ്പെടുത്തിയിട്ടുണ്ട്, ഓരോന്നിനും ഓരോ ലെറ്ററുകൾ എന്നുള്ളത്. അപ്പോൾ I എന്നുള്ളത് കറണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Iൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ ആണ്. കറണ്ട്, ഒരു സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ടിനെ അളന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം മീറ്റർ എന്ന് പറയുന്നത് അമ്മീറ്റർ ആണ്. അമ്മീറ്റർ ഒരു പക്ഷേ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. സാധാരണ പഴയ റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റുകളിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു മീറ്ററിൻ്റെ നീഡിലിനെ കറക്റ്റ് സെൻട്രലാക്കണം. കിക്കർ വല്ല പതിയെ അടിച്ചത് നീഡിൽ സെൻട്രലാക്കി വെക്കണം. അത് അവിടെ ഉപയോഗിക്കുന്ന ആ നീഡിൽ കാണിക്കുന്ന ആ മീറ്റർ അമ്മീറ്ററാണ്. ഇനി മോട്ടോർ പമ്പുകളൊക്കെ തോട്ടം നനയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് വെള്ളമടിക്കാനുള്ള മോട്ടോർ പമ്പുകളൊക്കെ സെറ്റാക്കിയിട്ടുള്ള ഏരിയകളിൽ അതിൻ്റെ സ്വിച്ചിൻ്റെ കൂടെ തന്നെ 2 മീറ്റർ കാണാൻ പറ്റും. ഒരു മീറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ എപ്പോഴും ഏകദേശം 230 അടുത്തേക്ക് നീഡിൽ കാണിച്ച് നിൽക്കുന്നുണ്ടാവും. അടുത്ത മീറ്ററിലെ നീഡിൽ എപ്പോഴും 0 മോട്ടോർ ഓൺ ചെയ്യുമ്പോൾ മാത്രം ആ നീഡിൽ ഇപ്പുറത്തേക്ക് മൂവ് ചെയ്യുള്ളൂ. അത് അങ്ങനെ മോട്ടോർ ഓൺ ചെയ്യുമ്പോൾ മാത്രം മൂവ് ചെയ്യുന്ന നീഡിലുള്ള മീറ്റർ എന്ന് പറയുന്നത് അമ്മീറ്ററാണ്. അത്തരം മീറ്ററൊന്നും നമുക്കിവിടെ സർവീസിങ്ങിന് നമുക്ക് ആവശ്യമില്ല. നമ്മൾ മൾട്ടിമീറ്ററാണ് ഉപയോഗിക്കുക. അതിലെല്ലാ മീറ്ററും ഉണ്ടാകും. ഇനി ഈ EMF കൊടുക്കുന്ന EMF കറണ്ട് ഒഴുകാൻ വേണ്ടി EMFനെ കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ. ആ EMFനെ അളന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് വോൾട്ട് മീറ്ററാണ്. വോൾട്ടേജ് അളന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഉദാഹരണം കൂടെ വെച്ചിട്ട് ഇതിനെ ഒന്നുകൂടെ ലളിതമാക്കിയിട്ട് പറഞ്ഞു തരാം. സാധാരണ ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സിറിഞ്ച്, നമുക്കറിയുന്ന കാര്യമാണ് ഒരു സിറിഞ്ച്. ആ സിറിഞ്ചിൽ നമുക്ക് വെള്ളം നിറക്കാമല്ലോ, വെള്ളമോ അല്ലെങ്കിൽ മരുന്നോ എന്തെങ്കിലും ഒന്ന് നിറക്കാം. ഇപ്പോൾ ഇതിൽ നിറയെ വെള്ളം നിറച്ച് വെച്ചു എന്ന് കരുതുക. ഈ നിറച്ചു വെച്ച വെള്ളത്തിനെ എല്ലാം ഇലക്ട്രോണായിട്ട് കണക്കാക്കാം. ഇതെല്ലാം ഇലക്ട്രോൺ ആണെന്ന് കരുതിക്കോളൂ. അതായത് നമ്മൾ ഇലക്ട്രോണിക്സിൽ
മറ്റ് മേഖല പോലെയല്ലല്ലോ. ഓട്ടോമൊബൈലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ക്രാങ്ക് കറങ്ങുന്നു, അതേപോലെ തന്നെ പിസ്റ്റൺ മുകളിലേക്ക്, പിസ്റ്റണിൻ്റെ ഉള്ളിലൂടെ സിലിണ്ടർ മുകളിലേക്കും താഴേക്കും പോകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ എഞ്ചിൻ അഴിച്ചു നോക്കി കഴിഞ്ഞാൽ അതിനുള്ളിൽ കാണാൻ പറ്റും, പിസ്റ്റണും സിലിണ്ടറും ക്രാങ്ക് ഷാഫ്റ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഇലക്ട്രോണിക്സിലൊന്നും അറിയാൻ പറ്റില്ല. ഇലക്ട്രോണിക്സിൽ നമുക്ക് ഇലക്ട്രോൺ ഒഴുകുന്നു എവിടെ നമുക്കൊരിക്കലും കാണാൻ പറ്റില്ല. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വാട്ടർ അനലോഗിയാണ് ഉപയോഗിക്കുക. വാട്ടർ അനലോഗി എന്ന് പറഞ്ഞാൽ വെള്ളവുമായിട്ട് കമ്പയർ ചെയ്ത് പറയുന്ന മെത്തേഡാണ് വാട്ടർ അനലോഗി. ഇപ്പോൾ ഇവിടെ വാട്ടർ അനലോഗി വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡായി പറയുന്നത്, വെള്ളത്തിനെ ഇലക്ട്രോണായിട്ട് കണക്കാക്കി ഈ പ്ലഞ്ചർ, അതായത് നമ്മൾ ഇതിലേക്ക് നെക്കാൻ ഉപയോഗിക്കുന്ന ഈ ഭാഗം EMF ആണെന്ന് കരുതുക. ഇലക്ട്രോൺ ഒഴുകുന്നതിന് വേണ്ടി നൽകുന്ന ബലമാണല്ലോ EMF. നമ്മളിവിടെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് നെക്കിക്കഴിഞ്ഞാൽ ഈ സിറിഞ്ച് വഴി വെള്ളം പുറത്തേക്ക് ഒഴുകും. ഈ ഒഴുകുന്ന വെള്ളത്തെ നമുക്ക് കറണ്ടായിട്ട് കണക്കാക്കാം. ഇലക്ട്രോണിൻ്റെ ഒഴുക്കല്ലേ. സിറിഞ്ചിൻ്റെ വെച്ചിട്ട് സിറിഞ്ചിൻ്റെ ഈ പ്ലഞ്ചറിൽ നമ്മൾ നെക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലും ഇതിലൂടെ വെള്ളം ഒഴുകില്ല. നെക്കുന്ന സമയത്ത് മാത്രമാണ് വെള്ളം ഒഴുകുന്നത്. അപ്പോൾ EMF കൊടുക്കുമ്പോൾ മാത്രമാണ് കറണ്ട് ഒഴുകുന്നത് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി നമ്മളിവിടെ നെക്കുന്ന ഫോഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ, നന്നായിട്ട് നെക്കിക്കഴിഞ്ഞാൽ ഒഴുകുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടും. അതായത് കൂടുതൽ വോൾട്ടേജ് കൊടുത്താൽ കൂടുതൽ കറണ്ട് ഒഴുകും, കുറഞ്ഞ വോൾട്ടേജ് കൊടുത്താൽ കുറഞ്ഞ കറണ്ട് ഒഴുകും. അതാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഇതിൻ്റെ ഇവിടെ കുറച്ച് ചളി അടിഞ്ഞ് കിടക്കുന്നുണ്ടെന്ന് കരുതുക. ഈ ഒരു സിറിഞ്ചിൽ കുറച്ച് ചളി അടിഞ്ഞ് കിടന്നു, അല്ലെങ്കിൽ ആ സിറിഞ്ചിൻ്റെ വെള്ളം ഒഴുകാനുള്ള ഹോള് കുറച്ച് തിന്നായി, കനം കുറഞ്ഞു. കനം കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ നൽകിയ അതേ ഫോഴ്സിൽ പ്രസ് ചെയ്താലും ഇതിലൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ അളവ് കുറവായിരിക്കും. കാരണം ഇവിടെ കുറേ ചളിയുണ്ട്, തടസ്സമുണ്ട്. തടസ്സമുള്ളത് കൊണ്ട് അതിലൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയും. ഈ തടസ്സത്തെ റെസിസ്റ്റൻസ് എന്ന് നമുക്ക് പറയാം. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ തടസ്സം, അത്രേ അർത്ഥമുള്ളൂ. കറണ്ട് ഒഴുകുമ്പോൾ എതിരെ ഉള്ള ഒരു തടസ്സത്തെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. ഓം, ഈ ഒരു ചിഹ്നമാണ് ഓമിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. സ്പെല്ലിംഗ് OHM എന്നാണ് ഓം. ഓം എന്ന് പറയുന്നൊരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്. ആ ശാസ്ത്രജ്ഞൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇവിടെ ഓം എന്നുള്ള ഒരു പേര് തന്നെ ഇതിന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മളിതിലിപ്പോൾ 3 കാര്യങ്ങൾ പഠിച്ചു. ഒന്ന് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന ബലത്തെയാണ് കറണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഒഴുകുമ്പോൾ കിട്ടുന്ന ഒരു ചാർജ്, ഒരു എനർജി, ആ എനർജിയാണ് കറണ്ട് എന്ന് പറയുന്നത്. കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയർ ആണ്. അമ്മീറ്റർ ഉപയോഗിച്ചാണ് അത് അളന്ന് കണ്ടുപിടിക്കുന്നത്. അടുത്തൊന്ന് പറഞ്ഞത് EMF. ഈ ഇലക്ട്രോൺ വെറുതെ ഒഴുകില്ല. ഇലക്ട്രോൺ ഒഴുകണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് നല്ലൊരു ബലം തന്നെ നൽകണം. അങ്ങനെ നൽകപ്പെടുന്ന ബലത്തെ EMF, ഇലക്ട്രോൺ മോട്ടീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു. ആ ഇലക്ട്രോൺ മോട്ടീവ് ഫോഴ്സിൻ്റെ യൂണിറ്റ് വോൾട്ടേജ് ആണ്. അതിനെ അളന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വോൾട്ട് മീറ്റർ എന്നുള്ള മീറ്ററാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു. വോൾട്ടേജിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് V എന്നുള്ള ലെറ്റർ കൊണ്ട് തന്നെയാണ്. പിന്നെ പറഞ്ഞത് ഈ ഇലക്ട്രോണൊക്കെ ഒഴുകുമ്പോൾ ആ ഒഴുകുന്നിടത്ത് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ആ കറണ്ട് ഒഴുകുന്നതിന് കുറക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിനെ ലിമിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു തടസ്സത്തെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത്തരം തടസ്സത്തെ റെസിസ്റ്റൻസ് എന്ന് പറയും. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണ്. ക്യാപിറ്റൽ ലെറ്റർ R കൊണ്ടാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓം മീറ്റർ വെച്ചിട്ടാണ് റെസിസ്റ്റൻസ് അളന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി നോക്കുക. അതിലുള്ള ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാം. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസം കാണാം.